അത്ഭുതങ്ങളിൽ ഒന്നായ ഈജിപ്തിലെ ഗിസ പിരമിഡിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഫു രാജന്റെ പേരിലുള്ള ചരിത്ര പ്രസിദ്ധമായ അൽ ഹറമുൽ അക്ബർ എന്നിവർ പറയുന്ന പ്രധാനപ്പെട്ട വലിയ പിരമിഡാണ്. BC 2600 കാലഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. 51 ഡിഗ്രി ചെരിഞ്ഞു നിൽക്കുന്ന ഈ വലിയ കൽക്കൂമ്പാരത്തിന്റെ അളവ് നമ്മൾ പരിശോധിച്ചാൽ ഉയരം 146.6 മീറ്റർ, ഇപ്പോൾ 138.5 മീറ്റർ ഉയരമുള്ളൂ. അടിഭാഗം 230.33 മീറ്റർ. അതുപോലെ തന്നെ ഏകദേശം 60 ലക്ഷം ടൺ ഭാരമുള്ള കല്ലുകൾ ഇതിന്റെ മുകളിലുണ്ട്. 23 ലക്ഷം കല്ലുകൾ 2.5 ടൺ ഭാരം മുതൽ 15 ടൺ ഭാരം വരെയുള്ള കല്ലുകൾ ഇതിന്റെ മുകളിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പിരമിഡായി അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിരമിഡ് എന്ന് മാത്രമല്ല, അടിമകളായ ഇസ്രയേലികളെ കൊണ്ട് ആ കാലഘട്ടത്തിൽ കല്ലുകൾ ഉരുട്ടിക്കയറ്റിയാണ് ഇത്രയും 60 ലക്ഷം ടൺ ഭാരമുള്ള കല്ലുകൾ അഥവാ 23 ലക്ഷം എണ്ണം കല്ലുകൾ ഇതിന്റെ മുകളിൽ കയറ്റി ഈ മനോഹരമായ ഈ പിരമിഡ് പടുത്തുയർത്തിയിരിക്കുന്നത്. ഏകദേശം 13 ഏക്കർ സ്ഥലത്താണ് മൊത്തം ഈ പിരമിഡുകൾ നിൽക്കുന്നത്. 9 പിരമിഡുകൾ ഇതിനകത്തുണ്ട്. 2 പ്രധാനപ്പെട്ട പിരമിഡുകൾ ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ടതുമാണ്. ബാക്കിയുള്ള പിരമിഡുകളും നമുക്ക് കാണാവുന്നതാണ്. പോകുന്ന ഈ വലത്തിങ്ങനെ നാട്ടിലെ ആ ഭാഗം, ആ ഒരു ഭാഗത്തിന്റെ നീളാണ് പറയുന്നത് 230.33 മീറ്റർ, 3 മീറ്റർ, 230 മീറ്റർ നഷ്ടം. 23 ലക്ഷം കല്ല് ഇതുകൊണ്ട് കേട്ടോ. 2.5 ടണ്ണ് മുതൽ 15 ടണ്ണ് വരെയുള്ള കല്ലുകളുണ്ട്. ആകെ 60 ലക്ഷം ടണ്ണ് ഭാരമുണ്ട്. ഇത് ഫറോവ കുഫു എന്ന് പറയുന്ന രാജാവുണ്ട്. അയാളുടെ ശവകുടീരായിരുന്നു ഇതിന്റെ ഉള്ളില്, അയാളുടെ സാമഗ്രികളും. ഇതിന്റെ രണ്ടിൽ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ കണ്ട മധ്യത്തിലെ പിരമിഡ്, അത് ശരിക്കും കഫ്രയുടെ പിരമിഡാണ്. കഫ്ര രാജാവിന്റെ. അതിന്റെ ഉയരം 156.4 മീറ്റർ ആണ്. പിന്നെ ഏറ്റവും മുകളിൽ നമ്മൾ വന്നിറങ്ങിയെടുത്ത് കണ്ട ആ പിരമിഡ്, അത് മെൻകൂറേന്റെ പിരമിഡാണ്. അത് ഉയരം 65 മീറ്റർ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഇറങ്ങിയിട്ട് ബസ് ഇവിടെ ഉണ്ടാവും. ബസ്സിന്റെ അടുത്ത് വന്ന് കയറണം. അവിടെ അവരൊക്കെ കയറി